ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഒരു പേര് ഭൈരവക്കോണ എന്ന മൂവിയാണ്. ഈ മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു കിഡിലൻ സസ്പെൻസ് ത്രില്ലർ ഫാന്റസി മൂവിയാണ്. ഇതുപോലത്തെ മൂവീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതേപോലുള്ള മൂവികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഭൈരവക്കോണ എന്ന് പറയുന്ന ഒരു ഗ്രാമം കാണിക്കുന്നു. ആ ഗ്രാമത്തില് ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെയുള്ള ആൾക്കാരെ കണ്ണുവെട്ടിച്ച് ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ സമയം നാട്ടിലുണ്ടായിരുന്ന പെത്തമ്മ എന്ന് പറയുന്ന ഒരു ലേഡിക്കാണെങ്കിൽ അയാളെ രക്ഷപ്പെടുന്ന കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ അവരവരെ കുറച്ച് ആൾക്കാരെ വിട്ട് അയാളെ പിടിപ്പിക്കുന്നു. അങ്ങനെ കയറെല്ലാം വെച്ച് കെട്ടി അയാളെ അവിടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയം പെത്തമ്മ അയാളോട് ചോദിക്കുവാണ്, ഇവിടെ വിട്ട് പോകാൻ പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ എന്ന്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ദേവി തന്നെ വിടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവനാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയം പെത്തമ്മ പറയുകയാണ്, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് ഇതിന് ശിക്ഷയുണ്ടെന്ന്. ശിക്ഷ എന്ന് കേട്ടത് അവൻ അകവല്ലാതെ പേടിക്കുന്നു. ദേവി തന്നെ ശിക്ഷിക്കരുത്, ഇനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. ഇങ്ങനെയൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇപ്പൊ അവനെ പിടിച്ചോണ്ട് വന്ന് ഒരു സ്ഥലത്ത് അവർ കെട്ടിവെക്കുവാണ്. ഈ സമയത്ത് എന്തോ ഒരു ശക്തി വന്ന് അവനെ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്താണ് മൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് അവിടുന്ന് വേറൊരു സ്ഥലം കാണിക്കുവാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പൊ മൈഥിലി എന്ന് പറയുന്ന ഒരു പെണ്ണ് കോൾ ചെയ്തിരിക്കുന്നു. സാർ, എന്റെ വീട്ടിൽ എന്റെ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി വീട്ടിലൊരു കള്ളം കയറി. ഭാഗ്യത്തിന് ഞങ്ങളത് കണ്ടുകൊണ്ട് അയാളെ റൂമിലിട്ട് പൂട്ടാൻ കഴിഞ്ഞു. അതുകൊണ്ട് സാർമാർ എത്രയും വേഗം വന്ന് അയാളെ അറസ്റ്റ് ചെയ്യണം. മൈഥിലി പറയുന്ന ഈ കാര്യങ്ങൾ കേട്ട പോലീസുകാര് ശരി ഇത്രയും വേഗത്താന്ന് പറയുകയാണ്. ഇതേ സമയം അവർ മുറിയിലിട്ട് പൂട്ടി ആ കള്ളനെ കാണിക്കുന്നു. ഇവനാണ് നമ്മുടെ മൂവിലെ നായകൻ. ഇവനിപ്പോ മുറിയിൽ നിന്ന് ആ സ്വർണ്ണമെല്ലാം മോഷ്ടിച്ച് അതെല്ലാം പാന്റിന്റെ പോക്കറ്റിലാക്കി പോലീസുകാർ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെടുവാണ്. എന്നിട്ട് ബൈക്ക് കൊടുത്ത് നായകൻ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയമാണ് അവിടേക്ക് ആ പോലീസുകാർ എത്തുന്നത്. എന്നിട്ട് നിങ്ങൾ പിടിച്ച ആ കള്ളൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, സാറേ അവൻ കുറച്ചു മുമ്പാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട് ബൈക്ക് എടുത്തു പോയെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന പോലീസുകാരെ തൊട്ടടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് വിളിച്ചിട്ട് ഇന്നെ പോലെ ഒരു ബൈക്ക് ഓടിച്ചോണ്ട് ഒരു വ്യക്തി വരും, അവനെ പിടികൂടണമെന്നൊക്കെ പറയുന്നു. ഇതേ സമയം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട നായകനെ കാണിക്കുവാണ്. നായകൻ ബൈക്കിലാ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ആ കാര്യം അവര് പോലീസിനെ അറിയിച്ച് ആ ബൈക്ക് വെച്ച് അവർ അന്വേഷണം നടത്തുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു നായകന്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് ആ ബൈക്ക് ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് അവിടേക്ക് നായകന്റെ പാർട്ണറായ ജോണിനെ വിളിച്ചു വരുത്തി അവന്റെ കാറിൽ അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അവന്റെ അങ്കിള് കോൾ ചെയ്യുന്നു. അവനോട് എന്തോ ഒരു വർക്കിന്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്കതൊന്നും ചെയ്യാനുള്ള ഒരു മൂഡില്ല എന്ന് ഈ സമയത്ത് അവൻ പറയുവാണ്. ഇത് കേട്ട് അവന്റെ അങ്കിള് പറയാണ്, എനിക്ക് മനസ്സിലായി, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഭൂമി എന്ന് പറയുന്ന പെണ്ണല്ലേ, അവളുടെ കാര്യം മനസ്സിൽ കിടക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്ന ഒരു പണി ഇപ്പൊ നീ ചെയ്യാത്തത്. മോനെ, നിന്റെ ജീവിതത്തിൽ ആ അധ്യായം കഴിഞ്ഞതല്ലേ, സോ അതൊക്കെ മറന്നു കളഞ്ഞ് നീ നിന്റെ പഴയ ലൈഫിലേക്ക് തിരികെ വാ. ഇത് കേട്ട നായകൻ അങ്ങളോടൊന്നും പറയാതെ പെട്ടെന്ന് കോഡ് കട്ടാക്കി ഭൂമിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. നായകനെ അങ്കിള് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. ആക്ച്വലി നായകൻ സിനിമയിലെ ഡൂപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. കുറെ നാൾ മുമ്പ് നമ്മുടെ നായകൻ അങ്ങനെ അവന്റെ വർക്കെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന സമയം വഴിയിൽ വെച്ചാണ് ആദ്യമായിട്ട് നായകൻ ഭൂമിയെ കാണുന്നത്. ഭൂമിയാണ് നമ്മുടെ മൂവിലെ നായിക. ആ സമയത്ത് അവളാണെങ്കിൽ അവളുടെ ബാഗ് ബൈക്കിൽ വന്ന് രണ്ട് ആൾക്കാർ തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞ് നായകനോട് ഹെൽപ്പ് ചോദിക്കുന്നു. നായകനാണെങ്കിൽ അവളെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നായകൻ അവൾക്ക് ആ ബാഗ് തിരിച്ചു വാങ്ങി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നു. അങ്ങനെ അതിനൊടുവിൽ അവസാനം അവന്മാരുടെ കയ്യിൽ നിന്ന് നായകൻ ആ ബാഗ് പിടിച്ചെടുക്കുന്നു. ഈ സമയം നായകൻ ആ ബാഗിലെ സാധനങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടുന്നു. അതിലൊരു അസ്ഥി കൂടുമായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അത് കണ്ടു എന്ന് അറിയുന്ന സമയം അവള് പെട്ടെന്ന് അവിടേക്ക് വന്നു ആ ബാഗും ക്ലോസ് ചെയ്ത് നായകനോട് നന്ദി പറഞ്ഞ് അതെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് നായകന്റെ അങ്കിളിന്റെ ബോസായ ശങ്കറിനെ കാണിക്കുന്നു. അയാളിപ്പോ നായകന്റെ അങ്കിൾ വഴി നായകൻ ഒരു ജോലി കൊടുക്കുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ ഏതോ ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവളെ ഒരു ദിവസം രാത്രി സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കണം. പിറ്റേ ദിവസം പറയുമ്പോൾ അവളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം. അങ്ങനെ ഇപ്പൊ അവിടെ ചെന്ന് ആ പെണ്ണിനെ കാണുമ്പോഴാണ് നായകൻ ശരിക്കും ഞെട്ടുന്നത്. അത് നമ്മുടെ നായികയായ ഭൂമിയായിരുന്നു. എന്തിനാണ് നായകനെ ഒരു തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, എന്താണ് ഇവിടെ ചെയ്തതെന്നൊന്നും നായകൻ അറിയത്തില്ല. ഇവരോട് ചോദിച്ചുമ്പോൾ ആ പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ച് നായകൻ അതിനെ പറ്റി ചോദിക്കുന്നില്ല. എന്നാലും നായകനെ ജോലി ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും അവരാ ജോലി ഏൽപ്പിക്കും. അത് ചിലപ്പോൾ ഭൂമിന്റെ ജീവന് തന്നെ ആപത്തായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ ഇപ്പൊ ആ ജോലി ഏറ്റെടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ നമ്മുടെ നായകനെ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ വണ്ടി ഓടിച്ചു വരുമായിരുന്നു. അപ്പോഴാണ് റോഡിലൊരു പെൺകുട്ടി ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് ഇവർ കാണുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് ഇറങ്ങി വന്ന് നോക്കുന്ന നായകൻ ഇവള് മരിച്ചിട്ടില്ല, പെട്ടെന്നുള്ള ആശുപത്രി കൊണ്ടേ ആക്കിയാലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജോൺ അവനോട് പറയാണ്, ഏട്ടാ വേണ്ട, നമ്മളെ തെരഞ്ഞിപ്പോ പോലീസ് ഇറങ്ങിയിട്ടുണ്ടാവും, സോ ഇവള് ആശുപത്രിയിലാക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ അവരുടെ പിടിയിലായേക്കാം എന്ന് ഇത് കേൾക്കുന്ന നായകനാണെങ്കിലും മനസ്സിലാവുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ അവളെ അവിടെ വിട്ടിട്ട് പോവാൻ സാലഡ നമുക്ക് പെട്ടെന്ന് പോവാന്നും പറഞ്ഞ് നായകൻ ഇപ്പൊ ആ പെൺകുട്ടീനെ വണ്ടി കയറ്റുവാണ്. എന്നിട്ട് അവളെ സേവ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുന്നു. അങ്ങനെ ആ സിനിമ കട്ടായി കുറച്ചു നേരം കഴിയുമ്പോൾ അതേ വഴിയിലൂടെ നായകനെ അന്വേഷിച്ച് ആ പോലീസ് ടീമും എത്തുവാണ്. ഈ സമയത്ത് അവരും കാണുന്നുണ്ട് വഴിയിലെ അപകടം പറ്റി കിടക്കുന്ന ആ വണ്ടി, അതായത് ആ സ്കൂട്ടി. അങ്ങനെ ഇപ്പൊ അവരവിടെ ഇറങ്ങി നോക്കി ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്ന സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത് വഴിയിൽ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കുന്നവരെ കിടന്ന് അത് കണ്ട് രക്ഷിക്കാൻ വരുന്നവരുടെ കയ്യിലുള്ള പണമെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു അവിടെ. അവളായിരുന്നു അത്. സോ അവൾ അപകടം പറ്റി കിടക്കുന്നതല്ലേ അവിടെ അഭിനയിച്ച് കിടക്കുമായിരുന്നു. ഇപ്പൊ നായകൻ മുൻകൈ എടുത്ത് അവളെ ആശുപത്രിയിലാക്കാൻ വേണ്ടി വണ്ടി കെട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നായകന്റെ വണ്ടിയിലുള്ള അവൻ മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വർണം ഇവൾ അടിച്ചു മാറ്റും എന്നുള്ള കാര്യം ഉറപ്പ്. അങ്ങനെ ഈ കാര്യം ഏകദേശം പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അടുത്ത സീനിൽ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന
നായകനെ അവന്റെ കൂട്ടുകാരനെ കാണിക്കുന്നു. ഈ സമയം വഴിയിലൊരു സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ പോലീസുകാർ തറഞ്ഞ് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുകയാണ്. സാർ ഇതൊരു ആക്സിഡന്റ് കേസാ, സോ ഞങ്ങൾ പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നായകൻ തിരക്കം പിടിക്കുന്ന സമയം പോലീസുകാരൊക്കെ എന്തോ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ അവരൊന്നും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടിയിലാ സ്വർണ്ണം കാണുവാണ് അവര്. അങ്ങനെ ഇപ്പൊ ഇതാണ് പ്രതി എന്നും പറഞ്ഞ് അവന്മാരാണെങ്കിൽ നായകനെ പിടിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും നമ്മുടെ നായകൻ എങ്ങനെയോ വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുവാണ്. ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണമല്ലോ. അങ്ങനെ ഇപ്പൊ പോലീസുകാർ അവനെ ചേസ് ചെയ്യാനും തുടങ്ങുന്നു. എന്നാൽ അവരുടെ കണ്ണു പിടിച്ച് നമ്മുടെ നായകൻ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി ലൈറ്റെല്ലാം ഓഫ് ആക്കി അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയുന്നൊക്കെ അവരങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വണ്ടിയിലുള്ള ആ പെണ്ണ് കേൾക്കുന്നു. അപ്പോഴാണ് വണ്ടിയിൽ ഇത്ര സ്വർണ്ണം ഇരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ അറിയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നായകനും അവന്റെ ഫ്രണ്ടും ഈ സമയത്ത് ഒരു കാഴ്ച കാണുന്നു. ഒരു മനോഹരമായ കാഴ്ച. കുറെ മിന്നാമിന്നികള് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നു പോകുന്നത്. അത് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി കാണിക്കുന്ന പോലെയാണ് ഈ സമയത്ത് നായകനും അവന്റെ ഫ്രണ്ടിനും തോന്നുന്നത്. അങ്ങനെ ഇപ്പൊ അവർ അതിന് പുറകെ വണ്ടി എടുത്ത് പോകുന്നു. അങ്ങനെ ആ വഴിയിലൂടെ അവർ നേരെ ചെല്ലുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഭൈരവക്കോണ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ എത്തിയ സമയം ആ നാട്ടിൽ ഒരുപാട് ആൾക്കാരെ കെട്ടിവെച്ച് ഒരുപാട് ക്രൂരമായിട്ട് ദ്രോഹിക്കുന്നതല്ല നായകൻ എന്റെ ഫ്രണ്ടും കാണുന്നു. അങ്ങനെ സംഭവം മനസ്സിലാവുന്ന നമ്മുടെ നായകനാണെങ്കിൽ അവിടെ ഇറങ്ങി അവരോട് കാര്യം ചോദിക്കുവാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരെങ്കിലും നെറ്റ് ചെയ്താ ഇങ്ങനെയാണ് ശിക്ഷ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ സമയത്ത് ഒരാള് നായകന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട നായകൻ ഇത് എന്ത് നാടാണെന്ന് വിചാരിക്കുവാണ്. എന്നാലും നാടിനെ ഇഷ്ടപ്പെടാനൊന്നും അല്ല ഇവരോടൊക്കെ വന്നത്. എത്രയും വേഗം പെൺകുട്ടിക്ക് ചികിത്സ കൊടുക്കണം, അതിന് വേണ്ടിയല്ലേ. അങ്ങനെ ഇപ്പൊ ഇവിടെ അടുത്ത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നായകൻ ഇപ്പൊ അയാളോട് തന്നെ ചോദിക്കുന്നു. ആ ഇന്ന സ്ഥലത്തൊരു ഡോക്ടർ ഉണ്ടെന്ന് ഈ സമയത്ത് അയാൾ പറഞ്ഞു കൊടുക്കുവാണ്. എന്നാൽ ഇനി ഒട്ടും സമയം കളയാതെ നേരെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് നായകനെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ആ പെണ്ണുമായിട്ട് നേരെ ഡോക്ടറുടെ വീട്ടിലേക്ക് എത്തുന്നു. രാത്രി ഇപ്പൊ ഇത്രയും സമയമായോണ്ട് ഈ ചികിത്സിക്കാൻ കഴിയില്ല എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഈ സമയം വേറെ നിവൃത്തിയില്ലാതെ നായകനാണെങ്കിൽ അയാളെ ഒന്ന് വരട്ടേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പൊ പേടിയാവുന്ന അയാളാണെങ്കിൽ അവിടെ പരിശോധിക്കുകയൊക്കെ ചെയ്യുവാണ്. ഇതേ സമയം നായകനെ ഫ്രണ്ട് സംസാരിച്ചോണ്ട് പുറത്ത് കാറിന്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ നായകനൊരു കോൾ വരുമ്പോ നായകൻ അതും എടുത്ത് സംസാരിക്കാൻ വേണ്ടി കുറച്ചങ്ങ് മാറുന്നു. ഇതേ സമയം കാറിന്റെ അടുത്ത് ഒറ്റയ്ക്ക് കേൾക്കുന്ന ജോൺ ആണെങ്കിൽ ആരോ കരയുന്നത് പോലെ കേൾക്കുവാണ്. അങ്ങനെ തൊട്ടപ്പുറത്തേക്ക് മാറി നോക്കുമ്പോ ആ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അങ്ങനെ ഇത് കണ്ട ജോൺ ഹലോ നിങ്ങൾ ആരാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ആ പെണ്ണിന്റെ പേര് ബേബി എന്നായിരുന്നു. ഈ സമയം അവള് പറയാന്നും പറഞ്ഞോണ്ട് ജോണിന്റെ മേലേക്ക് ചായുവാണ്. പെട്ടെന്ന് ജോൺ ആണെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീൽ ആവുന്നു. അങ്ങനെ അവള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി അവൻ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എന്നാൽ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച പെണ്ണിനെ കാണുന്നില്ല അവിടെ. ഈ സമയം ആകെ ഷോക്കാവുന്ന ജോൺ ആ പെണ്ണ് അവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. അടുത്ത സീനിൽ നായകനവിടെ കൊണ്ടയാക്കി ആ പെണ്ണിനെ കാണിക്കുന്നു. അവളുടെ പേര് ഗീത എന്നാണ്. അവളെ ഇപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ചെക്ക് ചെയ്തപ്പോ അയാൾക്ക് മനസ്സിലായി ഇവൾക്കൊരു കുഴപ്പമില്ലാന്ന്, അതായത് ഇവളെ അഭിനയിക്കുന്നതാണെന്ന്. അങ്ങനെ ഇപ്പൊ അയാൾ കാര്യം ചോദിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന നായകനോടും ഫ്രണ്ടിനോടും അയാൾ ഈ കാര്യം പറയാതിരിക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് പൊടി എടുത്ത് ഗീത ഡോക്ടറെ തലക്ക് അടിച്ച് വീഴ്ത്തുവാണ്. അതിനുശേഷം നൈസായിട്ട് അവള് പുറത്തേക്ക് വന്ന് പുറത്തുണ്ടായിരുന്ന നായകന്റെ ആ കാറും എടുത്ത് രക്ഷപ്പെടുന്നു. കാരണം അതിലായിരുന്ന എല്ലാ സ്വർണ്ണം മുഴുവൻ. കുറച്ചേരം കഴിഞ്ഞ് കോളെല്ലാം കഴിഞ്ഞ് നായകൻ അവിടേക്ക് തിരികെ വരുവാണ്. ഈ സമയത്ത് കാറും കാണുന്നില്ല, കാറിനടുത്ത് നിന്ന് ജോണിനെയും കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ ജോണെ അവൻ വിളിക്കുന്ന സമയം ജോൺ അപ്പുറത്തുനോടി വരുവാണ്. ഇത് കണ്ട നായകൻ നീ ഇതോടെ പോയി ഇങ്ങനെ ചോദിക്കുവാണ്. എടാ തൊട്ടപ്പുറത്ത് ആരോ കരയുന്നത് കേട്ടിട്ട് ഞാൻ അവിടേക്ക് പോയി നോക്കിയതാണ്. അത് ബേബി എന്ന് പറഞ്ഞൊരു പെണ്ണായിരുന്നു. എന്നോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവളെ കാണാതെടാ. ജോൺ പറയുന്ന കാര്യങ്ങളൊന്നും ഈ സമയത്ത് നായകന് വിശ്വാസമാവുന്നില്ല. നീ ഒന്നും മിണ്ടാതെ പോയിക്ക്, അതൊക്കെ ഇരിക്കട്ടെ കാർ എവിടെ ഇങ്ങനെ നായകൻ ചോദിക്കുമ്പോഴാണ് അവിടെ കിടന്ന കാർ കാണാനില്ല എന്നുള്ള കാര്യം ജോൺ ശ്രദ്ധിക്കുന്നത് തന്നെ. അങ്ങനെ ജോൺ ആകെ അന്തം വിട്ടു നിൽക്കുന്ന അതേ സമയം തന്നെ നേരത്തെ ഗീത തലക്കടിച്ചിട്ട് പോയ ആ ഡോക്ടറില്ല അയാൾ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഇതേ സമയം അവിടുന്ന് കാറുമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗീതനെ കാണിക്കുന്നു. വീട്ടിലങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയം വഴിയിലൂടെ വരുന്ന ഒരു സൈക്കിളുകാരനെ അവൾ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഇടിയിൽ അയാളെ താഴെ വീഴുമ്പോ ഗീത സൈഡിൽ വണ്ടി നിർത്തിയിട്ട് സ്പീഡിൽ വന്നുകൊണ്ട് അറിയാൻ സംഭവിച്ചു പോയതാ, ചേട്ടൻ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു. ഇതേ സമയത്ത് അയാളാണെങ്കിൽ കയ്യിലുള്ള ഒരു വിസിൽ എടുത്തു പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സൗണ്ട് കേട്ടതും അവിടേക്ക് സൈക്കിളിൽ അയാളുടെ കുറെ ആൾക്കാർ എത്തുവാണ്. ഈ സമയം സാഹചര്യം ബന്ധിയില്ലെന്ന് മനസ്സിലാക്കി ഗീതയാണെങ്കിൽ വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും വന്നവരല്ല ആ സൈക്കിളിൽ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവരെല്ലാവരും കൂടി കൂടി അവളെ വളയുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് മയങ്ങി കിടക്കുന്ന ഗീത കണ്ണു തുറക്കുവാണ്. അപ്പൊ അവളുടെ മുന്നില് ഡോക്ടറും നായകനും ജോണും ഉണ്ട്. ഈ സമയത്ത് നായകനാണെങ്കിൽ ഗീതനോട് ദേഷ്യപ്പെടുവാണ്. ഞങ്ങളെ പറ്റിച്ച് വണ്ടിയായിട്ട് അങ്ങ് കടന്നു കളയാന്ന് വിചാരിച്ചോ, എവിടെ വണ്ടി ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഗീത നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെന്നെ മൈക്ക് വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നായകനാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല. ആ കാട്ടുവാസികളെ പോലെ ഇരിക്കുന്ന അവർക്ക് എന്തിനാ വണ്ടി ഇങ്ങനെല്ലാം വിചാരിച്ച നായകൻ അതിനെപ്പറ്റി ആ ഡോക്ടറോട് ചോദിക്കുന്ന സമയം ആ ഡോക്ടർ പറയാണ് ഈ ഗ്രാമം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു വിചിത്രമായ ഗ്രാമമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെങ്കിൽ അതിന് ഒരേ ഒരാളെ ഇവിടെ പറ്റിയതുള്ളൂ. അത് പെത്തമ്മ എന്ന് പറയുന്ന ഇവിടുത്തെ പ്രായമായ ഒരു ലേഡിയാണ്. അങ്ങനെ ഡോക്ടർ അവരെ പറ്റി പറയുന്ന അതേ സമയം തന്നെ ആ ലേഡി ഒരു വലിയ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവിടുത്തെ അവരാണെങ്കിൽ അവരുടെ എന്തൊക്കെയോ ശക്തി ഉപയോഗിച്ച് ബ്ലാക്ക് മാജിക് പോലെ എന്തൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഇതേ സമയം തന്നെ ആ വലിയ വീട്ടില് കുറെ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹെഡായിരുന്നു രാജപ്പ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഇപ്പൊ അയാളോട് ആ ലേഡി എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ആ ലേഡിനെ കാണാമെന്ന് വിചാരിച്ചോണ്ട് അവരുടെ സ്ഥലത്ത് പോയി നായകൻ ഇപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഈ സമയം അവിടെ കൂടി ഒരു ചെറിയ കുട്ടി പോകുന്നത് നായകൻ കാണുന്നു. ആ കുട്ടി ഇപ്പൊ നായകനെ നോക്കിച്ചിരിക്കുന്നുണ്ട്. കുറച്ചേരം കഴിയുമ്പോഴേക്കും അവിടേക്ക് പെത്തമായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ലേഡിനോട് നായകൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഭൂമി എന്ന് പറയുന്ന ആ പെൺകുട്ടിയല്ലേ എന്ന് അവരിങ്ങോട്ട് ചോദിക്കുവാണ്. അവർ ചോദിച്ച ഈ കാര്യം കേട്ട് നായകനാകെ ഷോക്കാവുന്നു. ശരിക്കും വണ്ടറായി പോകുന്നു. എന്റെ മനസ്സിലുള്ള കാര്യം ഇവരെങ്ങനെ മനസ്സിലാക്കി, ഇവർക്ക് എങ്ങനെ ഭൂമിനെ അറിയാം, ഇങ്ങനെയൊക്കെ നായകൻ ആലോചിക്കുവാണ്. ഈ സമയത്താണ് അന്നത്തെ ആ ഫ്ലാഷ് ബാക്കിന്റെ ബാക്കി കാണിക്കാൻ തുടങ്ങുന്നത്. ശങ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം ഭൂമിനെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് നായകനൊരു ജോലി
കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നായകൻ ആ ജോലി ഏറ്റെടുത്ത് അവളെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ നായകൻ അവളെ ഒരു സ്ഥലത്ത് കിടത്തി. അതിനുശേഷം വീട്ടിലെ എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നായിക കണ്ണു തുറക്കുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് അവള് നായകനെ കാണുമ്പോൾ അവള് തെറ്റിദ്ധരിക്കുകയാണ് തന്നെ തട്ടിക്കൊണ്ട് വന്നത് ഇവനാണെന്ന്. അങ്ങനെ ഇപ്പൊ അവൻ കാണാതെ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാന്നൊക്കെ അവൾ വിചാരിക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന അതേ സമയമാണ് നായകന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നായകൻ ഒരു സിനിമയിലെ ഡൂപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ നായകന് പുതിയൊരു സിനിമയിലെ കോൾ വന്നതാണ്. ഇതിലൊരു കൊലപാതക സീനാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട നായകൻ കൊലയൊക്കെ എനിക്ക് സിമ്പിൾ ആണെന്ന് പറയുന്നു. ഇത് കേട്ട നായിക അവിടെ അവനെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ ഇയാൾ കൊലയാളിയാണോ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ച ഈ സമയത്ത് നായികയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. അപ്പോഴേക്ക് ഇത് കറക്റ്റ് ആയിട്ട് നായകൻ കണ്ട് അവളെ പിടികൂടുന്നു. നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നത്? പണത്തിന് വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, തനിക്ക് എത്ര പണം ആവശ്യമുണ്ടെങ്കിലും ഞാൻ തരാം, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. ഇത് കേൾക്കുന്ന നായകൻ ചിരിച്ചുകൊണ്ട് പുറത്ത് കിടക്കുന്ന കാറിന്റെ അടുത്തേക്ക് വരുവാണ്. അതിലൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടിയാണ് നായകൻ വന്നത്. അങ്ങനെയിപ്പോ വണ്ടിയിൽ നിന്ന് ആ ബോട്ടിലും എടുത്ത് അത് കുടിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ നായകൻ നേരെ അമ്പ് വിടുന്നു. ജസ്റ്റ് മിസ്സിന് നായകൻ രക്ഷപ്പെടുന്നുണ്ട്. അതായത് അമ്പ് വന്ന് കൊള്ളുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിലായിരുന്നു. അങ്ങനെയിപ്പോ ഇത് വിട്ടുതരാണെന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ പയ്യനായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ പയ്യൻ എന്തിനാ ചെയ്തെന്ന് അറിയാൻ വേണ്ടി നായകൻ അവനെ പിടികൂടുന്നു. അങ്ങനെ അവനെ കൊണ്ട് നേരെ അകത്തേക്ക് വരുവാണ്. ഈ സമയം പയ്യനെ കണ്ട് നായികക്ക് ഷോക്കാവുന്നു. കാരണം ആ പയ്യൻ നായകന്റെ ഗ്രാമത്തിലെ പയ്യനായിരുന്നു. നായകനെ ഇവിടേക്കാ കൊണ്ടുവന്നേന്ന് അറിഞ്ഞിട്ട് അവളെ സേവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ പയ്യൻ. അങ്ങനിപ്പോ നായകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ചെറിയ പയ്യനും കൂടി വന്നപ്പോ ഇതിന് പുറകിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് നമ്മുടെ നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെയിപ്പോ അവളോട് അതിനെപ്പറ്റി ചോദിക്കുവാണ്. അങ്ങനെ അവൾ അതിനെപ്പറ്റി പറയാനും തുടങ്ങുന്നു. ഭൂമി താമസിച്ചുകൊണ്ടിരുന്ന ഗ്രാമം കാട്ടുവാസികളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഗ്രാമമായിരുന്നു. എന്നാൽ നായകനെ ജോലി ഏൽപ്പിച്ച ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, അയാൾ എന്താ ചെയ്തതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എല്ലാം ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ആ നാട്ടുകാർ പ്രതികരിക്കുന്ന സമയം അവർ ഒരുപാട് ദ്രോഹിക്കുന്നു. അങ്ങനെ അവരുടെ ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെയുള്ള നാട്ടുകാർ ഈ ഇടയ്ക്ക് അവിടെ കുടിയേറി താമസിച്ചാണെന്ന് വരെ അയാൾ വരുത്തി തീർക്കുന്നു. അത് സത്യമില്ലാന്ന് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഇവരുടെ ഒരു പൂർവികന്റെ അസ്ഥികൂടെല്ലാം തോണ്ടിയെടുത്ത് അത് ടെസ്റ്റിങ്ങിനായിട്ട് നായിക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചാൽ അതിന് കുറെ കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് മനസ്സിലാവും. സോ അവർ അത്രയും നാൾ മുമ്പ് തന്നെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നവരാണ്, അല്ലാതെ ശങ്കർ പറയുന്നല്ലേ കുടിയേറി താമസിച്ചവരല്ല എന്ന് കോടതിക്ക് മനസ്സിലാവും. ഈ ഒരു കാരണം കൊണ്ട് ആ അസ്ഥികൂടം ടെസ്റ്റിങ്ങിന് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശങ്കർ അയാളുടെ ആൾക്കാരെ വിട്ട് അന്ന് അസ്ഥികൂടം എല്ലാം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ഭൂമി നായകന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്കും കട്ടായി പ്രസന്റിലേക്ക് വരുവാണ്. ഇപ്പൊ പെത്തമ്മേനെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ നേരെ ജോണിന്റെ അടുത്തേക്ക് വരുന്നു. ഈ സമയം ജോൺ ചോദിക്കുവാണ് ആ ലേഡി എന്താ പറഞ്ഞതെന്ന്. അപ്പൊ നായകൻ നടന്ന കാര്യം പറയുന്നു. അവിടെ ഒരു വിസിലിന്റെ സൗണ്ട് കേൾക്കുവാണ്. ഇത് കേൾക്കുന്ന ഗീത പെട്ടെന്ന് നായകനോട് പറയുവാണ്, ഇതേപോലെ വിസിലടിച്ചാണ് ആ കാട്ടുവാസി ആൾക്കാരെ വിളിച്ചു കൂട്ടി എന്നെ അവിടെ നിന്ന് പിടികൂടിയത്. ഇത് കേട്ട നായകൻ ആ വിസിലിന്റെ സൗണ്ട് ശ്രദ്ധിച്ച് ആ ഭാഗത്തേക്കായിട്ട് പോവാണ്. കാരണം അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നായകൻ ആ കാറ് തിരിച്ചു കിട്ടും. അങ്ങനെ ഇപ്പൊ ആ വിസിലടി കേൾക്കുന്ന സ്ഥലത്തേക്ക് പോയി നമ്മുടെ നായകനാണെങ്കിൽ ആ സൈക്കിളിൽ വന്ന ആൾക്കാരെ കണ്ടുപിടിക്കുവാണ്. ഇനിയിപ്പോ അവരെ കണ്ട് നായകനാണെങ്കിൽ നിക്കടാന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെ പുറകെ ചെല്ലുന്നു. അപകടമാണത്തെ അവന്മാരാണെങ്കിൽ നേരെ സൈക്കിളും ചവിട്ടി മൂവിയുടെ തൊട്ടു മുമ്പത്തെ സീനിൽ കാണിച്ച രാജപ്പ എന്ന് പറയുന്ന ആളുടെ വലിയ വീടില്ലേ അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഇപ്പൊ അവിടെ എത്തിയ നായകൻ ആ കാറിലുണ്ടായിരുന്ന സ്വർണ്ണമല്ല അവരവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കാണുന്നു. അങ്ങനെ ഇപ്പൊ രാജപ്പ എന്ന് പറയുന്ന വ്യക്തിനോട് ചേട്ടാ ഇരിക്കുന്ന സ്വർണ്ണം എന്റെതാ, അതങ്ങ് തരുവാണെങ്കിൽ എനിക്ക് അങ്ങ് പോകായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട രാജപ്പ നിന്റെ സ്വർണ്ണം ഇത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടി സമ്പാദിച്ച സ്വർണ്ണങ്ങളാണ്, അത് തരാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വരുന്ന നായകനാണെങ്കിൽ ഒരു കത്തിയെടുത്ത് അയാളുടെ ആൾക്കാരുടെ കഴുത്തിൽ വെക്കുവാണ്. നായകനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന അതേ സമയം തന്നെ അവന്മാരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കത്തി പിടിച്ചു വാങ്ങി സ്വയം മുറിവേൽപ്പിക്കുവാണ്. എന്നാൽ അവർക്കൊന്നും പറ്റുന്നില്ല. ഇത് കണ്ട് നായകനാകെ ബ്ലാങ്ക് ആവുന്നു. ഇപ്പോഴും രാജപ്പൻ പറയുന്നത് നീ കൊല്ലാൻ നോക്കിയാലൊന്നും ഞങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി മരിച്ചവരാണ്, അതെ ഞങ്ങൾ ആത്മാക്കളാണ്. ഇത് കേട്ട് നായകൻ ജോണും ആകെ ഷോക്കായി നിൽക്കുന്ന അതേ സമയം തന്നെ അവരെല്ലാരും പ്രേതത്തിന്റെ കെറ്റപ്പിലേക്ക് മാറി ഇവരെ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ ആ സമയം എങ്ങനെയോ നമ്മുടെ നായകനാണെങ്കിൽ റിസ്ക് എടുത്ത് ആ സ്വർണവും കൈക്കലാക്കി ജോണിനെയും കൂട്ടി അവിടുന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടുവാണ്. ഇതേ സമയം തന്നെ അവന്മാരെ പോലെ ആ നാട്ടിലുള്ള സകല പ്രേതങ്ങളും അതായത് സകല ആത്മാക്കളും അവിടേക്ക് വരുവാണ്. ആ കൂട്ടത്തില് അന്ന് ജോൺ കണ്ട ബേബി എന്ന് പറഞ്ഞ പെണ്ണുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൾ ഒരു പ്രേതമായിരുന്നു എന്ന്. അങ്ങനെ ഇപ്പൊ ഒന്നും മനസ്സിലാവാത്ത നമ്മുടെ നായകനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഡോക്ടറോട് ഇതെന്താ ഡോക്ടറെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഡോക്ടറും പ്രേതമാണെന്ന്. കാരണം അയാൾ അവിടുന്ന് മാഞ്ഞു പോകുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് നായകനും ജോണും ഗീതയെല്ലാം ആകെ ബ്ലാങ്കായി നിൽക്കുന്ന അതേ സമയം തന്നെ ആ കൂട്ടത്തിലുള്ള ഒരു ആത്മാവ് വന്ന് നായകൻ ഇപ്പൊ അവിടെ എടുത്തുകൊണ്ട് വന്ന ആ സ്വർണ്ണം അടങ്ങിയ ബാഗില്ലേ അതും എടുത്ത് അവിടുന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് കണ്ട നായകനും ജോണും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന സമയം അവിടേക്ക് ഒരു വിളക്കം കത്തിച്ചുകൊണ്ട് ഒരു സ്വാമി വരുവാണ്. അങ്ങനെ സ്വാമിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാന്ന് വിചാരിച്ചുകൊണ്ട് അവരങ്ങനെ അയാളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഇപ്പൊ അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയം അയാൾ പറയാൻ തുടങ്ങുവാണ്, ഭാഗ്യയോടുകൂടി മരിച്ചുപോയ ആൾക്കാരില്ലേ അവരുടെ ആത്മാക്കള് ഈ നാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിയും. അവരെയൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇവരെ എപ്പോഴൊന്നും കാണാൻ കഴിയില്ല, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം. എന്നാൽ ഇവിടെയുള്ള പെത്തമ്മ എന്ന് പറയുന്ന ആ ലേഡിയില്ലേ ആ പ്രായമായ സ്ത്രീ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ആത്മാക്കൾക്ക് മോക്ഷം വാങ്ങിക്കൊടുക്കുവാണ്. എന്നാൽ ഇവിടെയുള്ള പല ആത്മാക്കളും അവരുടെ ആഗ്രഹമൊന്നും നിറവേറാത്തതുകൊണ്ട് അങ്ങനെ മോക്ഷം വാങ്ങി ഈ ലോകം വിട്ടു പോകാൻ തയ്യാറാവുന്നു.
മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒരു ആത്മാവായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നതായിട്ടും പെത്തമ്മ കണ്ടുപിടിച്ച് അയാളെ പിടിച്ചോണ്ട് വന്ന് ഏതൊരു സ്ഥലത്ത് കെട്ടിവെച്ച് എന്തൊരു ശിക്ഷ കൊടുക്കുന്നതായിട്ടും കാട്ടിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് ശിക്ഷയല്ലായിരുന്നു, അത് അയാൾക്ക് മോക്ഷം കൊടുത്തു വിട്ടതായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട നായകൻ എന്റെ സ്വർണ്ണം എന്തിനാണ് അവർക്ക്, എനിക്കത് തിരിച്ചു വേണമെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞു നിൽക്കുന്ന ജോണും ഗീതയും നായകനോട് പറയുന്നുണ്ട്, ഇനി അതിന്റെ പുറകെ പോയി പണി വാങ്ങണ്ട, നമുക്കുള്ള ജീവനും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാന്ന്. ഇത് കേട്ട നായകൻ പറയാണ്, നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ അത് വിട്ടിട്ട് വരാൻ കഴിയില്ല, കാരണം അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടുന്ന് അതുമായിട്ട് കടന്നു കളഞ്ഞത്. അങ്ങനെ ഇത് കേട്ട ജോൺ, പിന്നെ അത് തിരിച്ചു പിടിക്കാൻ നിന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുന്നു. മനുഷ്യന്മാരെ പറ്റിക്കുന്ന പോലെ പ്രേതങ്ങളെയും പറ്റിച്ച് അത് കൈക്കലാക്കാം. ഇത് കേട്ട ജോണിനൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്താണ് ഈ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അപ്പൊ നായകൻ പറയുവാണ്, എടാ നേരത്തെ ഞാൻ രാജപ്പ എന്ന് പറയുന്ന പ്രേതത്തിനോട് ആ സ്വർണം തരാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ലായിരുന്നോ ഇത് ഞാൻ ഒരിക്കലും വിട്ടുതരില്ല, ഇത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടി സമ്പാദിച്ചതാണെന്ന്. നമുക്ക് ആ വഴിക്ക് തന്നെ നോക്കാം. ആ രാജപ്പൻ എന്ന് പറയുന്ന പ്രേതത്തിന്റെ മുമ്പിൽ അയാളുടെ മകളെ പോലെ ആരെങ്കിലും കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആ സ്വർണം അടിച്ചു മാറ്റിക്കാം. ഇത് കേട്ട ജോൺ, ഇങ്ങനെയൊക്കെ ചെയ്യാനായി ആരെങ്കിലും തയ്യാറാവുകയും ചോദിക്കുന്നു. അഭിനയത്തിൽ ഓസ്കാർ കിട്ടിയ മുതലല്ലേ താ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ഇവിടെ അഭിനയിച്ചോളൂ ഈ സമയത്ത് നായകൻ ഗീതനെ നോക്കി പറയുവാണ്. ഇത് കേട്ട ഗീത ഒന്ന് പേടിക്കുന്നു. അയ്യോ ഞാനെങ്കിലും ഇല്ലാന്ന് ഈ സമയത്ത് അവൾ പറയുന്നു. ഇത് കേട്ട നായകൻ പറയാണ്, ഞാൻ കുറെ നാൾ മുമ്പ് ഭൂമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിരുന്നു. അവൾക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ എത്ര കഷ്ടപ്പെടുന്നത്. സോ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം, എന്നെ സഹായിക്കണം. അങ്ങനെ നായകൻ ഇപ്പൊ ഇമോഷണൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയം ഗീത അതിനൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ രാജപ്പൻ ആരായിരുന്നു, അയാളുടെ മകൾ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി അവരിറങ്ങുവാണ്. രാജപ്പ പറയുന്ന പോലെ അത് അയാളുടെ മകൾക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കി വെച്ച സ്വർണ്ണമാണെങ്കിൽ പിന്നെ മൈഥിലി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് എങ്ങനെയാണ് സ്വർണ്ണം കിട്ടി. അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ആ സ്വർണ്ണം എടുത്ത മൈഥിലിന്റെ വീട്ടിലേക്ക് നായകൻ എത്തുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ കുടഞ്ഞ് കാര്യങ്ങളെല്ലാം നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുവാണ്. രാജപ്പ അയാളുടെ മകളുടെ ചെറുപ്പകാലം മുതൽ തന്നെ അവൾക്ക് വേണ്ടി സ്വർണ്ണങ്ങളെല്ലാം കരുതി വെക്കാൻ തുടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അതേ സമയത്ത് രാജപ്പന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളായിരുന്നു മൈഥിലിന്റെ അച്ഛൻ. അങ്ങനെ അയാൾക്ക് ആ സ്വർണ്ണത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അയാൾ അത് മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ആ സമയം കറക്റ്റ് ആയിട്ട് രാജപ്പ ആ കാഴ്ച കണ്ടു. അങ്ങനെ രാജപ്പ അയാളെ പിടികൂടാൻ ശ്രമിച്ചപ്പോ വീടിന്റെ മുകളിലത്തെ നിലയെന്ന് രാജപ്പനെ താഴേക്ക് തള്ളിവിട്ട് അയാൾ കൊന്നു കളഞ്ഞു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായകൻ അപ്പൊ രാജപ്പ ആ സ്വർണ്ണങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്, അയാളുടെ മകൾക്ക് അത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഗതി കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അപ്പൊ ഗീത, ഇനി നീ അയാളുടെ മകളായിട്ട് അഭിനയിക്കണം. ഇങ്ങനെയും പറഞ്ഞ് അവൾക്ക് ധൈര്യം എല്ലാം കൊടുത്ത് അടുത്ത സീനിൽ രാജപ്പനോട് സംസാരിക്കാൻ വേണ്ടി അയാളുടെ വലിയ വീട്ടിലേക്ക് അവളെയും കൂട്ടിക്കൊണ്ട് അവരെത്തുവാണ്. അവര് വീണ്ടും വന്നെന്നറിയുന്ന സമയം രാജപ്പന്റെ ആത്മാവാണെങ്കിൽ അവരെ രണ്ടുപേരെ എടുത്തിട്ട് പെരുകുന്നുണ്ട്. ഈ സമയം നായകൻ പറയുന്നു, ഞങ്ങളിപ്പോ വന്നത് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണെന്ന്. ഇത് കേട്ടത് രാജപ്പന്റെ ആത്മാവ് ഒന്ന് ശാന്തനാവുന്നു. രാജപ്പന്റെ മകൾ എങ്ങനെയായിരുന്നോ അതേ അപ്പിയറൻസ് എല്ലാം കൊടുത്തിട്ടായിരുന്നു ഗീതനെ അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് രാജപ്പ അത് എന്റെ സ്വന്തം മകളാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു രീതിക്ക് സ്നേഹത്തോടെ എല്ലാം അവളോട് പെരുമാറാൻ തുടങ്ങുകയാണ്. അതിൽ അയാൾ നായകന്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കിയ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം അടങ്ങിയ ആ ബാഗ് ഇപ്പൊ തന്റെ മകളാണ് ഗീത എന്ന് വിചാരിച്ച് അവളുടെ കൈ കൊടുത്തിട്ട് ഇനി അച്ഛന് സന്തോഷമായിട്ട് ഈ ലോകം വിട്ടു പോവാം. ഇങ്ങനെല്ലാം പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞു വിട്ട് അയാളും അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. എന്നാൽ അതിനു മുമ്പ് അയാൾക്കൊരു ആഗ്രഹം, അതിലൊരു സ്വർണ്ണ പാദസരം തന്റെ മകളുടെ കാലിലൊന്ന് ഇട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ അയാൾ അതിന് ശ്രമിക്കുന്ന സമയം അയാൾക്ക് മനസ്സിലാവുകയാണ് ഇത് തന്റെ മകളല്ലാന്ന്. കാരണം അയാളുടെ മകളുടെ കാലില് ഒരു പാടുണ്ടായിരുന്നു, അത് ഗീതയ്ക്കില്ലാന്ന് മനസ്സിലാക്കിയതോടെയാണ് ഗീതയല്ല തന്റെ മകളെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഈ ദേഷ്യം കൊണ്ട് അയാളുള്ള ആൾക്കാരും കൂടി അവരെ 3 പേരും തീർക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം വണ്ടിയെടുത്ത് നമ്മുടെ നായകൻ അവരെയും കയറ്റി ജീവനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ സമയം അവിടേക്ക് ആ പെത്തമ്മ എന്ന് പറയുന്ന ലേഡി വരുന്നു. അങ്ങനെ ഇപ്പൊ ആ ലേഡിനോട് നായകൻ പറയുകയാണ്, ഞങ്ങൾക്ക് പോണം, നിങ്ങൾ വഴിയിൽ നിന്ന് മാറാൻ. ഇത് കേട്ട അവര് നിനക്കപ്പൊ ഭൂമിനെ കാണണ്ടേന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ഭൂമി വരുന്നത്. അവളെ വരവ് കാണിക്കുന്നത് ആത്മാക്കളെല്ലാം വരുന്ന പോലെയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ മരിച്ചുപോയെന്ന്. അങ്ങനെ ഇപ്പൊ ഇത് ആകെ ഷോക്കായി നിൽക്കുന്ന ഗീത ജോണിനോട് ചോദിക്കുവാണ്, അപ്പൊ ഭൂമി മരിച്ചുപോയോ എന്ന്. അപ്പൊ ജോൺ അതേ എന്ന് പറയുന്നു. ഈ സമയത്ത് നായകനെ കാണിക്കുവാണ്. ഭൂമിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ അവന്റെ കണ്ണെല്ലാം അറിയുന്നുണ്ട്. എന്നാൽ ഈ സമയം നായകന്റെ അടുത്തേക്ക് വന്ന ഭൂമിയാണെങ്കിൽ, അന്യായമായി നീ എന്നെ കൊന്ന ആളല്ലേ, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ എന്റെ ആത്മാവ് സമ്മതിക്കില്ല. ഇത് കേട്ട നായകനാണെങ്കിൽ ഭൂമി നിന്നെ തെറ്റിദ്ധരിച്ച സംഭവിച്ച കാര്യങ്ങൾ അതെല്ലാന്നും പറഞ്ഞുകൊണ്ട് സത്യാവസ്ഥ പറയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും വീണ്ടും അവിടേക്ക് രാജപ്പന്റെയും ബാക്കി ആൾക്കാരെ ആത്മാക്കൾ വന്ന് നായകനെ പിടികൂടുന്നു. എന്നിട്ട് അവനെ തല്ലാനൊക്കെ തുടങ്ങുവാണ്. ഇതേസമയം ഭൂമിയാണെങ്കിൽ പെത്തമ്മ എന്ന് പറയുന്ന ആ ലേഡിന്റെ അടുത്തേക്ക് എന്നിട്ട് അവരെ എന്തിനെ എവിടേക്ക് എത്തിച്ചേന്ന് ചോദിക്കുന്നു. ഈ സമയം പെത്തമ്മ പറയാണ്, മോളെ നീ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് തൊടാൻ പറയുന്നു. ഇത് കേട്ട ഭൂമി അവരുടെ കൈ തൊടുന്നു. ഇപ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം ഭൂമി മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതെല്ലാം നമുക്ക് ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. അന്ന് നായകനവളെ സുരക്ഷിതമായിട്ട് നോക്കാൻ വേണ്ടി അവന്റെ വീട്ടിലെത്തിച്ചായിരുന്നല്ലോ. അങ്ങനെ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് നായകൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൻ അവന്റെ അങ്കിളിനെ വിളിച്ചിട്ട്, നിങ്ങളുടെ ബോസ് പറയുന്ന പോലെ അല്ല ഇനി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ആ പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് അവളുടെ ഭാഗത്ത് ന്യായം തോന്നി, അതുകൊണ്ട് ഇനി ഞാൻ അവളുടെ ഭാഗത്ത് നിൽക്കാൻ പോവാണെന്നൊക്കെ പറയുന്നു. ഇതേ സമയം തന്നെ നായകന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന നായികയെ അവളെ സേവ് ചെയ്യാൻ വേണ്ടി വന്ന പയ്യനും ഇല്ലേ, അവർ രണ്ടുപേരുടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നായകൻ കൂടെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അക്കാര്യത്തിൽ അവർക്ക് ഇടപെട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നായകൻ അറിയാതെ അവർ മുങ്ങിയത്. എന്നാൽ ഗതികെട്ടിന് നായിക അവിടെ നിന്ന് രക്ഷപ്പെട്ട് ചെന്ന് വിടുന്നത് ആ ശങ്കറിന്റെ മുമ്പിലേക്കായിരുന്നു. അങ്ങനെ ശങ്കർ അയാളുടെ ആൾക്കാരും കൂടി നായികനോട് വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയം നായിക വിഷം പുരണ്ട എന്തോ ഒരു സൂചി ശങ്കറിന്റെ വയറ്റിൽ കുത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അയാളുടെ ആൾക്കാരാണെങ്കിൽ അവളെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടുവാണ്. അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവളെ അന്വേഷിച്ച് നായകൻ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നായകൻ ഈ കാഴ്ചയെല്ലാം കണ്ട് അവളെ പിടിക്കാൻ ഓടിക്കുന്ന ആ ശങ്കറിന്റെ ആൾക്കാരെ
ആൾക്കാരെല്ലാം അടിച്ചു താഴെ വീഴ്ത്തുവാണ്. എന്നാൽ അവരുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ നായകൻ അതിൽ ചില ആൾക്കാരെ കത്തിയെടുത്ത് വെട്ടുന്നുണ്ട്. അങ്ങനെ വെട്ടുന്ന കൂട്ടത്തില് അറിയാതെ നായകൻ നായിക അടുത്തേക്ക് വരുമ്പോൾ അവളുടെ കഴുത്തും വെട്ടുവാണ്. ഇതൊരു ബൈ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണെങ്കിലും ആ സമയത്ത് നായിക വിചാരിക്കുന്നത് ശങ്കറിന് വേണ്ടി അവൻ അത് ചെയ്തതാണെന്നാണ്. അങ്ങനെയാണ് അവള് മരിച്ചു പോയത്. സോ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ ആത്മാവായിട്ട് വന്ന അവള് നായകനോട് അത്ര ദേഷ്യപ്പെട്ടത് എന്ന് കാണിക്കുന്നു. എന്തായാലും അന്ന് സംഭവിച്ചു പോയ അബദ്ധത്തിന് ശേഷം നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂമിന്റെ നാട്ടുകാരോട് എന്ന് മാപ്പ് ചോദിക്കുന്നു സംഭവിച്ചു പോയ തെറ്റുകൾക്ക്. അതുപോലെ അവൾ അവസാനമായിട്ട് ആഗ്രഹിച്ച ആ കാര്യം, അതായത് അവരുടെ ഭൂമി അവർക്ക് തന്നെ തിരിച്ചു പിടിച്ചു കൊടുക്കാനും ആ ഭൂമിയിൽ അവർക്ക് എല്ലാവർക്കും നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കാനും നായകൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടിയായിരുന്നു നായകൻ അത്രയും കഷ്ടപ്പെട്ട് ആ സ്വർണ്ണം എല്ലാം കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു പെണ്ണിന് വേണ്ടിയാണ് താൻ ഈ സ്വർണ്ണം ആഗ്രഹിക്കുന്നതെന്ന് അവൻ ഗീതയുടെ മൂവിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ കാര്യം ഉദ്ദേശിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ എന്തായാലും പ്രസന്റ്ലി നായകൻ ഭൂമിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം പെത്തമ്മയിലൂടെ അവൾ മനസ്സിലാക്കി. അങ്ങനെ നായകനോട് അവൾക്കുണ്ടായിരുന്ന ആ ദേഷ്യവും മാറുവാണ്. ഇതേ സമയം തന്നെ നായകനെ രാജപ്പന്റെയും ബാക്കി ആൾക്കാരുടെ ആത്മാക്കളെല്ലാം ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നായകനെ സേവ് ചെയ്യണ്ടേ. അതിനുവേണ്ടി ഇപ്പൊ പെത്തമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുള്ള ആത്മാക്കളെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാനുള്ള ആ രീതിക്കുള്ള ശക്തി അടങ്ങിയ ഒരു മാന്ത്രിക ദണ്ട് നായകന്റെ കയ്യിൽ കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നായകൻ ബാക്കി ആത്മാക്കളെല്ലാം ആ ലോകത്ത് നിന്ന് പറഞ്ഞു വിടുന്നു. അവസാനമായിട്ട് രാജപ്പന്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം രാജപ്പൻ നായകനോട് പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ച ആഗ്രഹം സാധിക്കാതെ ഞാൻ ഇവിടെ വിട്ടുപോകില്ല എന്ന്. അപ്പോഴാണ് നായകൻ അയാളോട് വലിയൊരു കാര്യം തുറന്നു പറയുന്നത്. അന്ന് രാജപ്പന്റെ ആ ജോലിക്കാരൻ അന്ന് ആ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാനുള്ള വെപ്രാളത്തിന്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് തള്ളിയതായിരുന്നു. എന്നാൽ രാജപ്പൻ ആ വീടിലെ താഴെ വീണ് മരിച്ചുപോയി. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആ വേലക്കാരൻ ഒരുപാട് സങ്കടപ്പെടുവാണ്. അങ്ങനെ തന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ ഒരു തെറ്റുകൊണ്ട് അനാഥയായ കുട്ടീനെ, അതായത് രാജപ്പന്റെ ആ മകളെ അയാളെ ഏറ്റെടുക്കുന്നു. എന്നിട്ട് സ്വന്തം മകളെ പോലെ നോക്കി വളർത്താൻ തുടങ്ങുവാണ്. ആ പെൺകുട്ടിയായിരുന്നു മൈഥിലി. അവളുടെ കല്യാണത്തിന് വേണ്ടി തന്നെയായിരുന്നു അവളുടെ അച്ഛനായ രാജപ്പൻ കരുതി വെച്ച ആ സ്വർണ്ണമെല്ലാം അയാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച സമയം നായകൻ കണ്ടുപിടിച്ചതായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന സമയം ഈ രാജപ്പന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നു. അങ്ങനെ മാന്ത്രികദണ്ഡ് ഉപയോഗിച്ച് അയാൾക്ക് മോക്ഷം കൊടുത്ത് നായകൻ അയാളെ ആ ലോകത്ത് നിന്ന് പറഞ്ഞു വിടുന്നു. സോ ഇനി അവശേഷിക്കുന്നത് നായികയാണ്. അങ്ങനെ ഇപ്പൊ നായിക പോകുന്നതിന് മുമ്പ് അവളോട് കുറച്ചേരം ഇരുന്ന് സംസാരിക്കുവാണ് നായകൻ. ഈ സമയം നായകൻ അവളെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് നായിക ഒരുപാട് ഇമോഷണൽ ആവുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നായിക അവിടെ നിന്ന് മറിഞ്ഞു പോവുകയാണ്. അതിതാ ലോകം വിട്ടു പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടുന്ന് ഒരു കുറച്ചുകൾ കഴിഞ്ഞ് കാണിക്കുന്നത് നായകന്റെ അവസാനത്തെ ആഗ്രഹം നായകൻ സാധിച്ചു കൊടുത്തതായിട്ടാണ്. അതായത് ആ നാട്ടുകാർക്ക് വേണ്ടി തിരിച്ചു പിടിച്ചു കൊടുത്തു. അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെയുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ, ബൈ ബൈ.